ഈ ആണുങ്ങൾ നോ പറയുന്നത് വളരെ വെറൈറ്റി ആയിട്ടാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം വിത്ത് എക്സാമ്പിൾ. ടൈപ്പ് നമ്പർ 1 നോക്കാം. എക്സാമ്പിൾ, ഇപ്രാവശ്യം ലീവിന് പോകുമ്പോ എന്റെ വീട്ടിൽ 2 ദിവസം നിക്കണം. നോക്കാം നിക്കോല്ലോ അല്ലേ? നോക്കാന്ന് പറഞ്ഞില്ലേ? ഈ നോക്കാം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും അവര് ശ്രമിക്കും, ട്രൈ ചെയ്യും എന്നാണ് അതിനർത്ഥം. പക്ഷേ ഈ നോക്കാം എന്ന വാക്കിന്റെ അർത്ഥം നീ അവിടെ നോക്കിക്കൊണ്ട് പെരുന്നോ, ഞാൻ ഇപ്പൊ വന്ന് നിക്കാം എന്നാണെന്ന് എനിക്ക് ഈ ഇടയ്ക്കാണ് മനസ്സിലായത്. ടൈപ്പ് നമ്പർ 2 പിന്നീടാവട്ടെ. എക്സാമ്പിൾ, ഈ വേസ്റ്റ് ബാസ്കറ്റിലെ കവർ കൊണ്ട് കളഞ്ഞ നിങ്ങള് ആ വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന തുണി ഒന്ന് എടുത്ത് വിരിച്ചിടാൻ പറ്റുമോ? പിന്നീടാവട്ടെ എന്ന് പറഞ്ഞില്ലേ? പിന്നീടാവട്ടെ എന്ന് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞിരുന്നാലും സംഭവിക്കാൻ പോകുന്നില്ല. ഇവരിത് ചെയ്യാതിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമ്മൾ പോയി ചെയ്യുമ്പോ ഇവര് പറയും, നിന്റെ അടുത്ത് വെച്ചേക്ക്, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ. പിന്നെ ചെയ്യാം. ടൈപ്പ് നമ്പർ 3 എക്സാമ്പിൾ, ഇരുട്ടുന്നതിന് മുമ്പ് കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കുവോ? ഇരുട്ടിട്ട് കുളിപ്പിച്ചാൽ കുഞ്ഞിന് പനി വരും, അതിനൊന്ന് കുളിപ്പിക്കുവോ? ഞാനിവിടെ കറി ഉണ്ടാക്കാണ് ഏട്ടാ. കൊച്ചിനെ കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സ് മാറ്റി അതിന് ഫുഡും കൊടുത്ത് ഉറക്കാറായിരുന്നാലും. ടൈപ്പ് നമ്പർ 4 മൗനം. എക്സാമ്പിൾ, നിങ്ങൾ കൊച്ചിന്റെ ഫീസ് അടച്ചാ? മറന്നോ? ആ തിരുവായ തുറന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റുമോ? ചെയ്തെന്നോ ചെയ്തില്ലെന്നോ എന്തെങ്കിലും? ഇതിനർത്ഥം ചെയ്തിട്ടില്ല എന്നാണ്. ഈ റിലേഷൻഷിപ്സിലെ സീക്രട്ട് കോഡ്സ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ജ്യോതിഷം പഠിച്ചാൽ പോലും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. The more the experience you have in a relationship, the more codes you can understand. ഇവർ ഈ പ്ലാനറ്റിലേ അല്ല ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സോഫയും ഒരു ഫോണും ഒരു ചാർജറും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്ര ദിവസങ്ങളോ ആഴ്ചകളോ വേണമെങ്കിലും ഈ വീട്ടിൽ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റും. വെള്ളത്തിന്റെയോ ഭക്ഷണത്തിന്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ ജോത്സ്യനെ വിളിച്ച് നമ്മള് നാൾപ്പൊരുത്തവും ഒക്കെ നോക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വൃത്തികെട്ട ജോത്സ്യന്മാര് പറഞ്ഞു തരില്ല. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ നോ പറയുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അവരെ മെൻഷൻ ബിലോ.